സംവരണം അല്ലെങ്കിൽ റിസർവേഷൻ കാലാകാലങ്ങളായി നമ്മൾ എപ്പോഴും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെൻറ് ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സംവരണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സംവരണത്തിൻ്റെ ചരിത്രം എന്താണ്? അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റ് സംവരണവുമായി ബന്ധപ്പെട്ട OBC സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ നിയമം തന്നെ പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിച്ച് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇന്ത്യയിൽ സംവരണം കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സമൂഹത്തിൽ പിന്നാക്കം നിന്നിരുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സംവരണം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയും ജാതിയുടെ പേരിലുള്ള തരംതിരിക്കലുകളും എപ്പോഴാണ് ആരംഭിച്ചത്, അതിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ജാതിയുടെ ഒറിജിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു ഒറിജിനാണ്. വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യനെ 4 വർണ്ണങ്ങളായിട്ട് തിരിക്കുന്നതിനെക്കുറിച്ച്. ആദി പുരുഷൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ഉടലെടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ തലയിൽ നിന്ന് ജനിച്ച ആളുകളെ ബ്രാഹ്മണന്മാരായിട്ടും, തോളിൽ നിന്ന് ജനിച്ച ആളുകളെ ക്ഷത്രിയന്മാരായിട്ടും, തുടയിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളെ വൈശ്യരായിട്ടും, കാൽപാദത്തിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളെ ശൂദ്രന്മാരായിട്ടുമാണ് ഈ പറഞ്ഞ രീതിയിൽ വേദങ്ങളിലൊക്കെ കണക്കാക്കിയിരിക്കുന്നത്. ഈ 4 വർണ്ണങ്ങൾക്കും പുറമെ അൺടച്ചബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ഇന്ന് ദളിതരെന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടായത് എന്ന് വേദങ്ങളിലും അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് മതപരമായിട്ടുള്ള ഒരു സംഭവമല്ല, സാമൂഹികപരമായി ഉടലെടുത്ത ഒരു സാധനമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പിൽക്കാലത്ത് അഭിപ്രായങ്ങളുണ്ടായി. അതായത് മനുഷ്യൻ അവരുടെ സമൂഹത്തിൽ സ്വീകരിച്ചിരുന്ന ഓരോ തൊഴിലിനും അനുസരിച്ചിട്ടാണ് അവരുടെ ജാതി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പുരോഹിതന്മാരായിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് പിന്നീട് ബ്രാഹ്മണന്മാരായിട്ട് മാറിയത്. വാറിയേഴ്സും അതുപോലെ തന്നെ ജനങ്ങളെ ലീഡ് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകൾ ക്ഷത്രിയന്മാരായിട്ട് മാറുകയും, ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ വൈശ്യന്മാരായിട്ട് മാറുകയും, മാനുവൽ ലേബർ ചെയ്തിരുന്ന ആളുകളെ ശൂദ്രന്മാരായിട്ട് കണക്കാക്കുകയും, ക്ലീനിങ് പോലെയുള്ള ഏറ്റവും താഴേക്കടിയിലുള്ള ജോലി ചെയ്തിരുന്ന ആളുകളെ പിന്നീട് ദളിതന്മാരായിട്ട് കണക്കാക്കിയിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഹയരാർക്കിയിലായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ഭയങ്കരമായിട്ടുള്ള വിവേചനം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് അവർക്ക് ചെറിയ രീതിയിലുള്ള ജോലികൾ, മാനുവൽ സ്കാവേജിങ് പോലെയുള്ള, ക്ലീനിങ് പോലെയുള്ള ചെറിയ ജോലികൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഉന്നതമായിട്ടുള്ള ജോലികളിലേക്ക് അവർക്ക് പോകാൻ പാടില്ല. വിദ്യാഭ്യാസം നേടാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് അസമത്വങ്ങൾ അവർ നേരിടേണ്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പിൽക്കാലത്ത് പിന്തുടർന്ന് പോരുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നത കുലജാതർക്കും അല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക, അവർ പിന്നീട് സമൂഹത്തിൻ്റെ താഴേക്കടിയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊള്ളും എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് ഈ ഉന്നത ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളിലെ ആളുകൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. പിന്നീട് 1910 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടി ഒരു ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ സംഘടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ മത്സര പരീക്ഷയിൽ എല്ലാവരും കൃത്യമായി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിലും പ്രാവീണ്യം തെളിയിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും, കാലാകാലങ്ങളായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരുന്നത് ഉന്നത ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരീക്ഷ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഉന്നത ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മദ്രാസ് പ്രൊവിൻസിൻ്റെ ജനസംഖ്യയുടെ വെറും 3% മാത്രമായിരുന്നു ബ്രാഹ്മിൺസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ മദ്രാസ് പ്രൊവിൻസിലുണ്ടായിരുന്ന ഗവൺമെൻറ് ജോലിയുടെ 80% കൈകാര്യം ചെയ്തിരുന്നത് ഇതേ ബ്രാഹ്മിൺ പോപ്പുലേഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അസമത്വം ഈ ജോലിയുടെ കാര്യത്തിൽ വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ അസമത്വം കാണാൻ സാധിക്കുമായിരുന്നു. അതായത് തെരഞ്ഞെടുത്ത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിലേക്ക്, പ്രൊവിൻസുകളിലായിക്കോട്ടെ സെൻട്രലിലായിക്കോട്ടെ നിയമനിർമ്മാണ സഭകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളിലും കൂടുതലായിട്ടും ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. ഇതിനെതിരെ ഡോക്ടർ BR അംബേദ്കർ പോലെയുള്ള ആളുകൾ അവരുടെ ശബ്ദമുയർത്തുകയും പിന്നീട് ഗാന്ധിജിയുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ചർച്ചകളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ദളിതർക്കും റിസർവേഷൻ കൊടുക്കണമെന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ പുതിയൊരു ഭരണഘടന നിർമ്മിക്കുകയാണ്. ഈ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ഇതുപോലെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ക്ലാസ്സുകളെ അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ ഉന്നമനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്
വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് എല്ലാവരും ഒരേ രീതിയിൽ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 2 രീതിയിലുള്ള സംവരണം ഇന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമാകുന്നത്. ഒന്നാമത്തെ സംവരണം എന്ന് പറയുന്നത് ജോലിയുടെ കാര്യത്തിലാണ്. ജോലിയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംവരണം കൊടുക്കണം. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംവരണം കൊടുക്കണം. പക്ഷേ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള സംവരണം കാണാൻ സാധിക്കും. ജോലിയിലും തിരഞ്ഞെടുപ്പിലും ഓൾറെഡി ആദ്യകാലം മുതലേ ഉള്ള സംവരണം നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് വിദ്യാഭ്യാസത്തിലുള്ള സംവരണമാണ്. പക്ഷേ ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സംവരണത്തെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പിലെ സംവരണത്തിൻ്റെ കാര്യം തന്നെ നോക്കാം. തെരഞ്ഞെടുപ്പിലെ സംവരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കൃത്യമായിട്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിൽ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി ലോകസഭയിൽ ഇത്ര ശതമാനം സീറ്റ്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളിൽ ഇത്ര ശതമാനം സീറ്റ് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സംവരണം ചെയ്ത് കൊടുക്കണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുകയുണ്ടായി. 10 വർഷത്തേക്ക് മാത്രമാണ് ഈ സംവരണം കൊടുക്കേണ്ടി വരിക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. കാരണം 10 വർഷം കൊണ്ട് ഈ ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതാവുമെന്നുള്ള വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് അത് ഇങ്ങനെ പിന്തുടർന്ന് പോന്നു ഇപ്പോഴും നമ്മൾ ആ ഒരു റിസർവേഷൻ, ഇലക്ഷനിലുള്ള റിസർവേഷൻ പിന്തുടർന്ന് പോരുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജോലിയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള റിസർവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 15ാം അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15നെ കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആർട്ടിക്കിൾ 15 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരെ അവരുടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ അങ്ങനെ യാതൊരു വിധത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ സ്വകാര്യ സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ ഇവിടെ ഒന്നും ഈ തരത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നും ആർട്ടിക്കിൾ 15 പറയുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മദ്രാസ് മേഖലയിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലുമൊക്കെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ സംവരണം ജാതിയുടെ പേരിലുള്ള ഒരു വിവേചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചമ്പകം ദൊരൈരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 1951 ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോവുകയാണ്. ഒരിക്കലും ഈ ഡിസ്ക്രിമിനേഷൻ അനുവദിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ സുപ്രീം കോടതി 1951 പറയുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു സംവരണം കൊടുക്കാൻ പാടില്ല, അത് ജാതിയുടെ പേരിലുള്ള വേർതിരിവാണ്, അതുകൊണ്ട് ഈ സംവരണം എടുത്തു കളയണമെന്ന് പറയുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണത്തിന് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഗവൺമെൻറ് 1952 ഒന്നാമത്തെ അമെൻമെൻറ്റ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അനുച്ഛേദം 15 അവർ അമെൻഡ് ചെയ്തിട്ട് പുതിയ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊവിഷൻ ആർട്ടിക്കിൾ 15 ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിസർവേഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും റിസർവേഷൻ കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ട് റിസർവേഷൻ കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് നിർബന്ധമായിട്ട് റിസർവേഷൻ കൊടുക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ റിസർവേഷൻ കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 2006 93ാം അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഭരണഘടനയുടെ 93ാം അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യമായിട്ട് സംവരണം കൊടുക്കണം, മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ ആരംഭിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് തൊഴിലിലുള്ള റിസർവേഷനാണ്. ഈ തൊഴിലിന് വേണ്ടിയിട്ടുള്ള റിസർവേഷനെ കുറിച്ച് സംസാരിക്കുന്നത് അനുച്ഛേദം 16 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 16 കൃത്യമായിട്ട് പറയുന്നത് ആളുകളെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തൊഴിലിന് വേണ്ടിയിട്ടും ആളുകളുടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഒന്നും വിവേചനം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് തൊഴിലുകളിൽ, ഗവൺമെൻറ് ജോലികളിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രൊവിഷൻ വരാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ തൊഴിലിടങ്ങളിൽ ഇതുപോലുള്ള ഒരു അസമത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു പ്രക്രിയ കൊണ്ടുവന്നത്. പക്ഷേ ജോലിയുടെ ഭാഗമായിട്ട് റിസർവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മാക്സിമം എത്ര ശതമാനം റിസർവേഷൻ കൊടുക്കാമെന്നതിന് യാതൊരു രീതിയിലുള്ള പരിധിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് തോന്നിയ രീതിയിലുള്ള റിസർവേഷനാണ് ജോലിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരെ MR ബാലാജി എന്നയാൾ 1963 സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോവുകയാണ്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയാണ് സംവരണം മാക്സിമം 50% മാത്രമേ പാടുള്ളൂ. അതായത് 100 ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതിൽ 50 ഒഴിവുകളിൽ മാത്രമേ സംവരണം പാടുള്ളൂ, ബാക്കി 50 ഒഴിവുകൾ ജനറൽ മെറിറ്റിനായിട്ട് വിട്ടുകൊടുക്കണമെന്ന് 1963 സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി വരികയാണ്.
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഭരണഘടനയിൽ പിന്നാക്ക വിഭാഗങ്ങളെ നിർവചിച്ചിട്ടുള്ളത് സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ആളുകളെന്നാണ്. അതായത് ചരിത്രപരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പിന്നാക്കം പോയിട്ടുള്ള ആളുകൾ, ചരിത്രപരമായി വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് വിളിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ രണ്ട് വിഭാഗം ആളുകൾ മാത്രമേ പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പട്ടികജാതി വിഭാഗത്തിലും അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകൾ. ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമാണ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് വിളിച്ചത്. പക്ഷേ പിൽക്കാലത്ത് ഇന്ത്യ തിരിച്ചറിയുകയുണ്ടായി, ഈ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും പെട്ടിട്ടുള്ള ആളുകൾ മാത്രമല്ല, മറ്റു ചില താഴ്ന്ന ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും ഈ തരത്തിലുള്ള ചില പിന്നാക്കാവസ്ഥകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മുടെ ഗവൺമെൻറ് തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് 1980 മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് BP മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അധ്യക്ഷതയിൽ മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ്. ഈ കമ്മീഷൻ്റെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്തുകയും അവരുടെ റിസർവേഷന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ ജോലി. അങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, SC ST വിഭാഗങ്ങളെ കൂടാതെ ഇന്ത്യയിൽ മറ്റു ചില പിന്നാക്ക വിഭാഗങ്ങളുണ്ട് എന്നും അത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏകദേശം 50% എന്ന് അവർ കണ്ടുപിടിക്കുകയും 27% റിസർവേഷൻ ഇവർക്ക് നൽകണമെന്ന് മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുകയുമാണ് ചെയ്തത്. 1980 മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും 1990 VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനുള്ള റിസർവേഷൻ അംഗീകരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ 3 തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് റിസർവേഷൻ വരികയാണ്. ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, SC കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ. ST കാറ്റഗറിയിൽ 7.5%, SC കാറ്റഗറിയിൽ 15%, അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ 27%, അങ്ങനെ 49.5% റിസർവേഷനാണ് പിന്നീട് ഇന്ത്യയിൽ കൊടുക്കാൻ ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഈ സംവരണ സംവിധാനത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നത് 1991 അധികാരത്തിൽ വന്നിട്ടുള്ള PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ്. അദ്ദേഹം പ്രധാനമായിട്ട് 2 ചേഞ്ചുകളാണ് കൊണ്ടുവന്നതെന്ന് കാണാൻ സാധിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കൂടുതൽ പൂവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കായിരിക്കണം പ്രധാനമായിട്ട് റിസർവേഷൻ കൊടുക്കേണ്ടത്. OBC വിഭാഗത്തിൽ ഒരു ലെവലിന് മുകളിലേക്ക് സാമ്പത്തിക സാഹചര്യമുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലും റിസർവേഷൻ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ക്രീമി ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആരംഭിക്കുന്നത് PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ PV നരസിംഹറാവു ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു സംവരണമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള 10% EWS ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 1993 ഇന്ത്യൻ സംവരണത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പിൽ ഒരു കേസ് വരികയാണ്. ഇതിനെയാണ് പ്രശസ്തമായിട്ടുള്ള ഇന്ദിരാ സ്വാനി കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ അന്തിമ വിധി വന്നിരിക്കുന്നത് 1993 കേസിലാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്ദിരാ സ്വാനി കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ സുപ്രീം കോടതി പറയുകയുണ്ടായി. ഒന്ന്, യാതൊരു കാരണവശാലും 50% മേലെ റിസർവേഷൻ പോകാൻ പാടില്ല. 1963 വിധിയെ വീണ്ടും സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. 50% മുകളിൽ സംവരണം പോകാൻ പാടില്ല. അതുപോലെ തന്നെ OBC വിഭാഗത്തിന് കൊടുക്കുന്ന സംവരണം ശരിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനെ ഈ കേസിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു 27% സംവരണം OBC വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം, OBCക്ക് സംവരണം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ക്രീമി ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന് താഴേക്കുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംവരണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് മാത്രമല്ല 10% കൊടുത്തിരുന്ന EWS, അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സംവരണം നിലനിൽക്കുകയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാരണം ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ആളുകളെ എന്നാണ്. സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കുന്നതിനുള്ള യാതൊരു പ്രൊവിഷൻസും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതുകൊണ്ട് EWS നിലനിൽക്കുകയില്ല. മാത്രമല്ല 10% അധിക സംവരണം കൊടുത്താൽ ഇന്ത്യയിലെ മുഴുവൻ സംവരണം 60% എത്തുമെന്നുള്ളതുകൊണ്ട്, ഈ 50% ലിമിറ്റ് ഉള്ളതുകൊണ്ടും EWS അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2019 ഇന്ത്യൻ ഗവൺമെൻറ് 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 ഓരോ പുതിയ പോയിന്റുകൾ എഴുതി ചേർക്കുകയായിരുന്നു. ഇന്ത്യയിൽ സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിന് ഇടപെടാം. അത്രയും കാലവും സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സംവരണത്തിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഭരണഘടന അമെൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് സാമ്പത്തികപരമായിട്ടുള്ള പിന്നാക്ക അവസ്ഥയിലുള്ള ആളുകൾക്കും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഇടപെടാമെന്ന് പറഞ്ഞുള്ള പുതിയ പോയിന്റുകൾ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ 2019 മുതൽ 10% സംവരണം EWS കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, അതായത് സാമൂഹികപരമായി മുന്നാക്കം നിൽക്കുകയും എന്നാൽ സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞുള്ള രീതിയിൽ EWS സംവരണം ഏർപ്പാടാക്കിയത്. അപ്പോൾ EWSനെതിരെ ഭരണഘടനാപരമായി ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് അത് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൊത്തം സംവരണം 50%-ന് മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള
പറഞ്ഞിട്ടുള്ള വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് EWSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കാം. ഇനി ഈ 127 അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ OBC സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ പുതിയ ബില്ലിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ SC ST OBC വിഭാഗങ്ങളെ കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. SC STയുടെ കാര്യത്തിൽ ഒരൊറ്റ ലിസ്റ്റ് മാത്രമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെയാണ് SC വിഭാഗങ്ങളായിട്ടും ST വിഭാഗങ്ങളായിട്ടും പെടുത്തിയിരിക്കുകയും അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് ഈ SC ST ലിസ്റ്റുകൾ പുനഃക്രമീകരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമനിർമ്മാണത്തിലൂടെ SC ST ലിസ്റ്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരുകൾക്ക് ഈ SC ലിസ്റ്റുകളിലോ SC ലിസ്റ്റിലോ യാതൊരു തരത്തിലുള്ള മാറ്റവും കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരൊറ്റ ലിസ്റ്റ് മാത്രമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ OBC ലിസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. OBC ലിസ്റ്റിൻ്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു ലിസ്റ്റുണ്ട്, സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായിട്ടുള്ള ലിസ്റ്റുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ്റെ ഭാഗമായിട്ടൊക്കെ സെൻട്രൽ ലിസ്റ്റാണ് അവർ ഉപയോഗിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജോലിയുടെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള ലിസ്റ്റാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരുന്നു. അതിനെയാണ് 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ഭാഗമായി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന് ഭരണഘടനയുടെ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല ഈ ലിസ്റ്റ് OBC ലിസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരം എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ മറാത്ത എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളെ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു തീരുമാനം വരികയാണ്. ഈ തീരുമാനത്തിനെതിരെ ഒരാൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരുകൾക്ക് ഇനി മുതൽ OBC ലിസ്റ്റിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള അധികാരമില്ല. 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 670ഓളം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ റിസർവേഷൻ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഒരുപാട് സംസ്ഥാന സർക്കാരുകൾ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞു 102ാമത്തെ അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല, ഇത് സുപ്രീം കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുക, സംസ്ഥാന സർക്കാരുകൾക്ക് OBC ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 127ാം അമെൻമെൻറ്റ് ബില്ല് അല്ലെങ്കിൽ 105ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ അമെൻമെൻറ്റ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ രീതി തന്നെ പിന്തുടരാം, സംസ്ഥാന സർക്കാരുകൾക്ക് OBC ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് പുതിയ അമെൻമെൻറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടുതലായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഉടലെടുത്തത്, ആ ജാതി വ്യവസ്ഥയുടെ ഫോളോയിങ്ങിലൂടെ എങ്ങനെയാണ് ചില കാറ്റഗറീസ് പിന്നാക്ക വിഭാഗങ്ങളായിട്ട് മാറിയത്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലായിക്കൊള്ളട്ടെ, തൊഴിൽ മേഖലയിലായിക്കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പിലായിക്കൊള്ളട്ടെ എന്തൊക്കെ സംവരണങ്ങളാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയത്, കാലാകാലങ്ങളായിട്ടുള്ള മാറ്റത്തിലൂടെ ഇത് മാറി മാറി വന്ന് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്, OBC ലിസ്റ്റും OBC റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടും സിമ്പിളായിട്ടും വിശദീകരിച്ച് തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും നന്ദി.